കാമം, ലഹരി, രാഷ്ട്രീയം, ഈ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഒരു മനുഷ്യന് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഏകദേശം തീരുമാനമായി. അവൻ എവിടെ എത്തില്ല. മനസ്സിലായോ? അവൻ മാത്രല്ല, അവനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പല ആൾക്കാരും അവൻ കാരണം നാണം കേടേണ്ടി വരും. ഒരു സംസ്ഥാനം വരെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഇങ്ങനത്തെ ആൾക്കാർ, അവനെന്ന് പറയുന്നില്ല, അവളാണെങ്കിലും അവനാണെങ്കിലും അവരാൽ നാണം കേടും. വെറും 1.5 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചിന് ഇത്ര പൈശാചികമായി ആക്രമിച്ച് കൊല്ലാൻ അവന് എവിടുന്ന ധൈര്യം വന്നെന്നറിയോ? നമ്മുടെ നാട്ടിലെ നീതി ന്യായ വ്യവസ്ഥകൾ. എന്തെങ്കിലും ഒരു തൂക്കുകയറോ അല്ലെങ്കിൽ ഒരു ഹഴായിട്ട് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വരും ഹ്യൂമൻ റൈറ്റ്സ്. ഈ വീഡിയോ ഏതെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിലുള്ള നായിന്റെ മക്കൾ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ കൊച്ച് 1.5 വയസ്സായ കൊച്ച്, മിണ്ടാനും പറയാനും വയ്യാത്ത കൊച്ച്, സംസാരിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റാൻ തുടങ്ങാറാവുന്നുള്ളൂ. ആ കൊച്ചിനെ ഇങ്ങനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. നേരെ നേരം അവനെ കൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം ഇറങ്ങും ഒരു പ്ലക്കാർഡും പിടിച്ചിട്ട്. അവൻ ഔട്ട്സൈഡർ ആണെന്ന് വിചാരിക്കാം. 10 മാസം വയറ്റ് ചുമന്നിട്ടല്ലേ ആ സ്ത്രീ അവനെ പ്രസവിച്ചത്. അമ്മയുടെ വില അറിയണമെന്നുണ്ടെങ്കിലേ കുട്ടികൾ നഷ്ടപ്പെട്ട അമ്മമാര്, ഇതുവരെ കുട്ടികൾ ഉണ്ടാവാതെ കാത്തിരിക്കുന്ന അമ്മമാരുടെ അടുത്തൊക്കെ ചോദിക്കണം. വെറും 10-34 വയസ്സാകുമ്പോഴേക്കും നമ്മൾ ജീവിതത്തിൽ ഓരോ കടമ്പകളിലും നമ്മൾ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒന്നും പറയാനോ ലോകം എന്താന്ന് പോലും അറിയാത്ത കൊച്ചിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ റീസണേ ഉള്ളൂ: നീതി ന്യായത്തിൽ പുല്ല് വിലയാണെന്നുള്ളത്. ഇവനെയൊക്കെ ജനങ്ങൾ കൊല്ലന്നെ വേണം, തല്ലി കൊല്ലണം. അല്ലെങ്കിൽ ജനങ്ങളല്ല, കോടതി തന്നെ നിയമത്താൽ ഇങ്ങനെ ഒരു നിയമം മാറ്റിക്കൊണ്ടുവരണം. ഇത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ പെൺകുട്ടികളുടെ മേലാണെങ്കിലും എന്ത് പീഡനമാണെങ്കിലും ഇത്തരം മനുഷ്യനെ പൈശാചികമായിട്ട് കാണിക്കുന്ന എല്ലാത്തിനും ഒറ്റ നിയമം പാടുള്ളൂ. അവിടെ ആളൂരിനെ പോലെ, ആളൂര് മരിച്ചു, അതുപോലത്തെ വക്കീലിനൊന്നും അങ്ങനൊന്നും ആരും വരരുത്, പ്രോസിക്യൂഷൻ പോലും വരരുത് എന്നാണ് പറയുന്നത്. അവർക്ക് നേരിട്ട് തൂക്കിക്കൊല്ലുക. ഇതൊക്കെ പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഓരോ കാര്യങ്ങൾക്കാണ് നമ്മൾ സല്യൂട്ട് അടിക്കേണ്ടത്. ഇത് ഇനി ഇതിനേക്കാളും കൂടുതൽ വരാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ നിയമത്തിന് പുല്ല് വിലയാന്ന്. ഇപ്പൊ അവന് ഇത്രയും ആൾക്കൂട്ടത്തിൽ കൊണ്ടുപോയില്ലേ, എന്തുണ്ടാവും? ജീവപര്യന്തം കൊടുക്കും, കുറെ കാലം നല്ല. അവൻ ഇത്ര അനുഭവിച്ചിട്ട് പകുതി പോലും ജയിലിൽ അനുഭവിക്കില്ല അവന്മാരൊന്നും, അവളും അവനും. ഇതൊക്കെ കൊണ്ടാണ് നാട്ടില് ഇങ്ങനെ തന്നെ നടക്കുന്നത്. ഇതിലും കൂടുതൽ നടന്നില്ലെങ്കിലേ ഉള്ളൂ.